റോഡ് എങ്ങനെയായാലും ജനം സഹിച്ചോളുമെന്ന കാഴ്ചപ്പാട് തിരുത്തിയേ പറ്റൂ എന്നാണ് ഇന്ന് കേരള പ്രണാമം എഡിറ്റോറിയൽ പറയുന്നത്. ടോൾ പിരിക്കാൻ മാത്രമായിട്ടാണോ കേരളത്തിൽ റോഡ് പണി നടക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. വാഹനവുമായി റോഡിലേക്കിറങ്ങിയാൽ 15 വർഷത്തേക്ക് ടാക്സും ഹൈവേകളിലേക്ക് കയറിയാൽ ടോളും നൽകേണ്ടി വരുന്ന ഓരോ പൗരന്മാർക്കും വേണ്ടിയുള്ള ചോദ്യമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. മോശം റോഡിന് ടോൾ നൽകുന്നത് എന്തിനെന്ന ചോദ്യം കോടതി ആവർത്തിച്ചിരിക്കുകയാണ്. മോശം റോഡും ഗതാഗതക്കുരുക്കും കണക്കിലെടുത്ത തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയ ഹൈവേ അതോറിറ്റി, കരാർ കമ്പനി എന്നിവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സാധാരണക്കാരായ ജനങ്ങൾക്കു വേണ്ടിയുള്ള കോടതിയുടെ ചോദ്യമുണ്ടായത്. യാത്രയ്ക്ക് നല്ല നേരം നോക്കേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലൂടെയുള്ള ഓരോ യാത്രക്കാരനും. ദേശീയ സംസ്ഥാന ഹൈവേകളിൽ മാത്രമല്ല, തകർന്ന തരിപ്പണമായ ഗ്രാമീണ റോഡുകളിലടക്കം ആളുകൾ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാവില്ല. വേഗത്തിൽ പൊട്ടിപ്പൊളിയുന്ന ബദൽ റോഡുകളാണ് സംസ്ഥാനത്ത് പാത വികസനം നടക്കുമ്പോൾ ഗതാഗതക്കുരുക്കിനുള്ള മുഖ്യ കാരണമായി മാറുന്നത്. ബദൽ റോഡുകൾ കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കുന്നതിൽ കരാറുകാരും ദേശീയപാത അതോറിറ്റിയും വരുത്തുന്ന വീഴ്ച ജനങ്ങൾക്ക് ശിക്ഷയായി മാറുന്നു. ആദ്യം കഴിക്കുകയും പിന്നീട് മധുരിക്കുകയും ചെയ്യുന്ന നെല്ലിക്ക പോലെയാണ് പാത വികസനമെന്ന കാഴ്ചപ്പാടാണ് ദേശീയപാത അതോറിറ്റി അടക്കം പുലർത്തുന്നത്. വികസനത്തിന്റെ പേരിൽ എത്ര ബുദ്ധിമുട്ടിച്ചാലും പിന്നീട് ഗുണം കിട്ടുമെന്നോർത്ത് ജനം സഹിച്ചോളുമെന്ന കാഴ്ചപ്പാട് തിരുത്തിയേ പറ്റൂ. ഒരു സേവനമോ സൗകര്യമോ സൗജന്യമായി വേണമെന്ന് പറയുന്നവരല്ല മലയാളികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ പരിപാലിപ്പിക്കുന്നതിനും ടോളും നികുതിയും അടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ ജനങ്ങൾ തയ്യാറാണ്. എന്നാൽ അവരുടെ കീശ ചോർത്തിയെടുക്കാനുള്ള വഴി മാത്രമായി റോഡുകൾ മാറുമ്പോൾ കോടതിക്ക് പോലും വിമർശിക്കേണ്ടി വരുന്നു. കോടതിയുടെ ശബ്ദം ജനങ്ങളുടെ ശബ്ദമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയുക തന്നെ വേണം.